ഗീസ്, ഇന്ന് നമ്മുടെ എക്സാം സീരീസിലെ ഡേ 3 ആണ്. നമുക്ക് മേജർ ആയിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമാണ്. നമ്മൾ കോളേജിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. മേജർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര പഠിത്തമാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ഇനി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ഇനി ഇതേ ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അതെ ഗൈസ്, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. പിന്നുള്ള ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ലെന്ന് വെക്കാം. പക്ഷേ അവസാനത്തെ 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഗൈസ്. ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 9,000 ഉണ്ട്. പക്ഷേ താഴത്തെ 6 ലക്ഷം ഈ 9,000 കൂടെ മിക്സ് ആയിട്ട് എൻ്റെ ബ്രെയിൻ പ്രോസസ് ആക്കിയത് അത് 6,000 ആയിട്ടാണ്. പിന്നെ ബാലൻസ് ഷീറ്റ് തെറ്റാതിരിക്കൂ. 2-3 കാര്യം തെറ്റാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ പുറത്തിറങ്ങിയത്. പിന്നെ എനിക്ക് കൂട്ടുകാരോട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതേ ഓർമ്മയുള്ളൂ. എൻ്റെ റിലേറ്റീവ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ ഹെഡ് നോൺ കറണ്ട് ലയബിലിറ്റി ആയിരുന്നു. ഞാൻ എഴുതിയതോ കറണ്ട് ലയബിലിറ്റി. ഈ 40,000-ന്റെ 50,000-ന്റെ ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ റിസർവ് ട്രാൻസ്ഫർ ആക്കേണ്ടത്. 40,000 എന്തിനാണ് എഴുതിയെന്ന് എനിക്കറിയില്ല. എന്നാൽ 7 മാർക്കിന്റെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ഗുഡ് വിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. അതും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എക്സാം വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അടുത്ത എക്സാമിന് നോക്കാം. അടുത്ത ക്യൂവിറ്റി ആണ്. ക്യൂവിറ്റിക്ക് നമുക്ക് പിടിക്കാം. അതിങ്ങനെ പിടിച്ചാൽ മതിയായിരുന്നു.